കേരളത്തെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് 100% സാക്ഷരതയും കുറഞ്ഞ ദാരിദ്ര്യവും എല്ലാവരും സ്വപ്നം കാണുന്ന ജീവിതവുമൊക്കെയുള്ള ഒരു സംസ്ഥാനമാണെന്നാണ്. എങ്കിൽ നിങ്ങളറിയാത്ത ഒരു സത്യമുണ്ട്. ഇന്ന് കേരളം വലിയൊരു കടക്കെണിയിലാണ്. രാജ്യത്ത് സാമ്പത്തിക വളർച്ച കുറഞ്ഞ സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറുമ്പോൾ വിദ്യാസമ്പന്നരായ യുവാക്കൾ കൂട്ടത്തോടെ വിദേശത്തേക്ക് പോകുന്നു. ഇവിടെ 30% ജനങ്ങൾക്കും തൊഴിലില്ല. കേരളത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതിയും ഈ ബ്രെയിൻ ഡ്രെയിനിന് പിന്നിലെ കാരണങ്ങളും എല്ലാം ഈ വീഡിയോയിൽ തുറന്നു കാണിക്കുന്നുണ്ട്. കേരളം യഥാർത്ഥത്തിൽ മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകുന്നത് എന്ന യാഥാർത്ഥ്യം അറിയാൻ വീഡിയോ കാണുക. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ക്ലിപ്പ് കണ്ടിട്ടുണ്ടാകും. Paul William, what's your political leaning? Political leaning? I don't watch politics. Don't have any political opinion? No. Did you vote? Me? No. Kerala, sir. 100% literacy, sir. കേരളത്തിന്റെ സാക്ഷരതയും മറ്റ് സംസ്ഥാനങ്ങളുടെ നേട്ടങ്ങളും താരതമ്യം ചെയ്ത ഈ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ ഒരു ചൂടേറിയ ചർച്ചയ്ക്ക് തിരികൊളുത്തി. ഒരു വശത്ത് കേരളീയർ പഞ്ചാബിനെ ചോദ്യം ചെയ്യുകയും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളമാണ് മികച്ചതെന്ന വാദവുമായി രംഗത്തെത്തുകയും ചെയ്തു. ഉദാഹരണത്തിന് കേരളത്തിലെ ദാരിദ്ര്യം 0.71%, ശിശുമരണ നിരക്ക് 7% മാത്രമാണ്. മറുവശത്ത് പഞ്ചാബിൽ ദാരിദ്ര്യം 6.5%, ശിശുമരണ നിരക്ക് 22%. മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകൾ കേരളത്തിന്റെ കുറവുകൾ ചൂണ്ടിക്കാട്ടി കളിയാക്കി. ഈ തർക്കങ്ങളിലെല്ലാം അടിവരയിടുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഇവിടെ കേരളത്തെക്കുറിച്ച് സംസാരിച്ചാലും നിങ്ങളുടെ മനസ്സിലും കേരളത്തെക്കുറിച്ചൊരു തികഞ്ഞ ചിത്രമായിരിക്കും ഉണ്ടാകാൻ സാധ്യത. എന്നാൽ യാഥാർത്ഥ്യമെന്തെന്നാൽ മറ്റിന്ത്യൻ സംസ്ഥാനങ്ങളെപ്പോലെ തന്നെ കേരളവും ഇന്ന് ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങളും ഉയർന്ന തൊഴിലില്ലായ്മയും വ്യവസായങ്ങളുടെ കുറവും പോലെയുള്ള നിരവധി വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ യാഥാർത്ഥ്യം ആരും നിങ്ങളെ കാണിക്കുന്നില്ല. ഈ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം പലപ്പോഴും അവയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും കേരളത്തിന് ഏറ്റവും അപകടകരമായ അവസ്ഥയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 2023-24 ഹാൻഡ്ബുക്ക് പ്രകാരം 2018-19 മുതൽ 2022-23 വരെയുള്ള 5 വർഷത്തിനിടെ കേരളത്തിന്റെ വാർഷിക വളർച്ചാ നിരക്ക് വെറും 3.16% ഈ കാലയളവിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വളർച്ചാ നിരക്കിൽ 4ാമതാണ് കേരളം. കൂടാതെ ഇന്ന് ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ സംഭാവന കുറഞ്ഞുവരുന്ന ഏക ദക്ഷിണേന്ത്യൻ സംസ്ഥാനം കൂടിയാണ് കേരളം. 2000-2001 4% 2003-2024 3.8% കുറഞ്ഞു. 2017 മുതൽ സംസ്ഥാനത്തിന് 1 ലക്ഷം കോടിയിലധികം രൂപയുടെ സാമ്പത്തിക നഷ്ടം സംഭവിച്ചുവെന്ന് കഴിഞ്ഞ വർഷം കേരള സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചതും ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ഇത്ര മോശമായതിനു പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. കേരള സർക്കാരിന്റെ വരുമാനത്തിൽ വലിയൊരു പങ്ക് ഒഴിവാക്കാനാകാത്തതും അത്യാവശ്യവുമായ ചെലവുകൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. അതായത് ശമ്പളം, പെൻഷൻ, കടത്തിന്റെ പലിശ തിരിച്ചടവ് പോലെയുള്ളവയ്ക്ക് വേണ്ടി. 2024-25 കണക്കനുസരിച്ച് കേരളം അതിന്റെ മൊത്ത വരുമാനത്തിന്റെ 71% ഇത്തരം ചെലവുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. താരതമ്യം ചെയ്യുമ്പോൾ മഹാരാഷ്ട്രയിൽ ഇത് 55%, കർണാടകയിൽ 58%, ഗുജറാത്തിൽ 45%. വരുമാനം ലഭിക്കാത്ത മേഖലകളിൽ ഇത്രയധികം പണം ചെലവഴിക്കുന്നതുകൊണ്ട് വരുമാനം ലഭിക്കാൻ സാധ്യതയുള്ള മൂലധന ചെലവുകൾക്ക് പണം ശേഷിക്കുന്നില്ല. കേന്ദ്ര നികുതി വിഹിതം കുറഞ്ഞത് മറ്റൊരു കാരണമാണ്. കേന്ദ്ര സർക്കാർ പിരിക്കുന്ന നികുതിയുടെ വിഹിതം സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ കേരളത്തിന്റെ വിഹിതം വർഷങ്ങളായി കുത്തനെ കുറഞ്ഞു. 10ാം ധനകാര്യ കമ്മീഷനിൽ 3.88% ലഭിച്ചിരുന്നത് 15ാം ധനകാര്യ കമ്മീഷനിൽ 1.92% കുറഞ്ഞു. ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറഞ്ഞത് നികുതി വിഹിതം കണക്കാക്കുന്നതിൽ ഒരു പ്രധാന ഘടകമായതാണ് ഇതിന് കാരണം. ഓഫ് ബജറ്റ് കടവും ഒരു കാരണമായി. സർക്കാർ നേരിട്ട് കണക്കുകളിൽ കാണിക്കാത്ത വായ്പകളാണ് ഓഫ് ബജറ്റ് കടങ്ങൾ. ധനക്കമ്മി കുറച്ചു കാണിക്കുന്നതിനാണ് ഇത് ചെയ്തിരുന്നതെങ്കിലും ഇപ്പോൾ ഇത് സംസ്ഥാനത്തിന്റെ യഥാർത്ഥ കടപരിധിയിൽ കണക്കാക്കുന്നു. കനത്ത ഓഫ് ബജറ്റ് കടം കാരണം കേരളം ഏതാണ്ട് ഒരു കടക്കണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു കാരണമാണ് ഉയർന്ന തൊഴിലില്ലായ്മയും ബ്രെയിൻ ഡ്രെയിനും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളുടെ പണം ലഭിക്കുന്നതിൽ കേരളത്തിന് വലിയ പങ്കുണ്ട്. അതായത് ഇന്ത്യക്കാർ വിദേശത്ത് പോയി സമ്പാദിക്കുകയും അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇന്ത്യയിലേക്ക് അയക്കുകയും ചെയ്യുന്ന പണം. കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് $129 ബില്യൺ റെമിറ്റൻസുകൾ ലഭിച്ചു. ഇതിൽ കേരളത്തിന്റെ പങ്ക് മാത്രം 19%. കേരളം എപ്പോഴും ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് സ്വീകരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. കാരണം ലോകത്തിലെ 182 രാജ്യങ്ങളിൽ ഇന്ന് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. രാജ്യത്തേക്ക് റെമിറ്റൻസ് കൊണ്ടുവരുന്നത് നല്ലതാണെങ്കിലും ഇതിന്റെ മറുവശം ബ്രെയിൻ ഡ്രെയിൻ ആണ്. ഒരു കാലത്ത് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് പോയിരുന്ന മലയാളികൾ ഇന്ന് കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ തേടി USA, യൂറോപ്പ് തുടങ്ങിയ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു.
ഈ 100% സാക്ഷരത അവകാശപ്പെടുന്ന സംസ്ഥാനത്ത് യുവജന തൊഴിലില്ലായ്മ ഒരു വലിയ വിഷയമായി മാറിയിരിക്കുന്നു. കേരളത്തിൽ ഏകദേശം 30% ജനങ്ങളും ഇന്ന് തൊഴിലില്ലാത്തവരാണ്. ഇത് ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയാണ്. നിർമ്മാണ സേവന മേഖലകൾക്ക് ആവശ്യമായ വൈദഗ്ധ്യമുള്ള ആളുകൾ നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് പുറത്തു വരുന്നില്ല. കൂടാതെ വിദ്യാസമ്പന്നരായ യുവാക്കളെ ഉൾക്കൊള്ളാൻ മതിയായ തൊഴിലവസരങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെടുന്നുമില്ല. യോഗ്യതയ്ക്കനുസരിച്ചുള്ള ശമ്പളം ലഭിക്കാത്തതിനാൽ പല യുവാക്കളും പ്രാദേശിക ജോലികൾ ഉപേക്ഷിച്ച് തൊഴിലില്ലാതെ ഇരിക്കുന്നതാണ് നല്ലത് എന്നും കരുതുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ വ്യാവസായിക വിപുലീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ കേരളത്തിന്റെ വ്യാവസായിക മേഖല ഇന്നും വേണ്ടത്ര വികസിച്ചിട്ടില്ല. ഇതിനു പിന്നിൽ സാമൂഹിക രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. കേരളത്തിലെ ചില രാഷ്ട്രീയ സ്വാധീനങ്ങൾ സ്വകാര്യ നിക്ഷേപത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഒരു ടൂറിസ്റ്റ് റിസോർട്ടോ ഫാക്ടറിയോ ആരംഭിക്കുമ്പോൾ സമരങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയം നിക്ഷേപകരെ തമിഴ്നാട്, കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കുന്നു. അതുപോലെ തന്നെ വ്യവസായങ്ങൾ പരിസ്ഥിതിയെ നശിപ്പിക്കുമെന്നും പ്രാദേശിക സമൂഹങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്നുള്ള പൊതുധാരണ ഇവിടെ ശക്തമാണ്. ഇത് വലിയ പദ്ധതികളെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. പൊതുജനങ്ങളുടെ എതിർപ്പ് കാരണം പദ്ധതികൾ വൈകുന്നു. നിയമപോരാട്ടങ്ങൾ നടക്കുന്നുണ്ട്. പലപ്പോഴും പദ്ധതികൾ നേരിട്ട് നിരസിക്കപ്പെടുന്നു. അങ്ങേറ്റത്തെ വ്യാവസായിക വിരുദ്ധ നിലപാട് കാരണം നിക്ഷേപകർ കേരളത്തിൽ ബിസിനസ് സ്ഥാപിക്കാൻ ഭയപ്പെടുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ട്രേഡ് യൂണിയനുകൾ കേരളത്തിലാണ്. തൊഴിലാളി അവകാശ സംരക്ഷണം നല്ലതാണെങ്കിലും അമിതമായ ഇടപെടൽ പതിവായുള്ള സമരങ്ങൾക്കും കാര്യക്ഷമത കുറവിനും കാരണമാകുന്നുണ്ട്. ഇതിനൊരു ഉദാഹരണമാണ് നോക്കുകൂലി. ജോലി ചെയ്യേണ്ടതുണ്ടോ ഇല്ലയോ എന്നതിലുപരി യൂണിയൻ പ്രവർത്തകർക്ക് നിർബന്ധിതമായി പണം നൽകേണ്ടി വരുന്ന സമ്പ്രദായം. ഇത്തരം സമ്പ്രദായങ്ങൾ കാരണം വ്യവസായങ്ങൾ കേരളത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. എല്ലാ വ്യവസായിയും ഒരു സ്ഥിരതയുള്ള തൊഴിൽ അന്തരീക്ഷമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ പതിവായുള്ള യൂണിയൻ ഇടപെടൽ കാരണം ബിസിനസ് സുഗമമായി നടത്തുന്നതിന് കഴിയുന്നില്ല. വലിയ സ്വകാര്യ വ്യവസായിക പദ്ധതികൾക്ക് ആവശ്യമായ പിന്തുണ ലഭിക്കാത്തതുമൂലം കേരളത്തിലെ നിർമ്മാണ മേഖല ഗണ്യമായി പിന്നോട്ടു പോയി. തൽഫലമായി സംസ്ഥാനത്തിന്റെ സമ്പദ്വ്യവസ്ഥ വലിയൊരളവിൽ സേവന മേഖലയെ ആശ്രയിക്കുന്ന ഒന്നായി പരിണമിച്ചു. ഇന്ന് ടൂറിസം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവയാണ് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ. സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രധാനമായും IT, ഫിനാൻസ് തുടങ്ങിയ മേഖലകളിലാണ്. ഈ ശ്രദ്ധാമാറ്റം കാരണം പരമ്പരാഗതമായ നിർമ്മാണ വ്യവസായിക മേഖലയ്ക്ക് വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കുന്നില്ല. കൊച്ചി, തിരുവനന്തപുരം പോലെയുള്ള നഗരങ്ങളിൽ IT മേഖല വളരുന്നുണ്ടെങ്കിലും വൻതോതിലുള്ള നിർമ്മാണ വ്യവസായങ്ങൾക്ക് ആവശ്യമായ പിന്തുണയോ പ്രോത്സാഹനമോ ലഭിക്കാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിന്റെ എല്ലാം ഫലം കേരളം ഇന്നും ഒരു കൺസ്യൂമർ സ്റ്റേറ്റായി നിലനിൽക്കുന്നു എന്നതാണ്. ഇവിടെ വ്യവസായങ്ങൾ വികസിക്കുകയും ഉൽപ്പാദനം നടത്തുകയും ചെയ്യുന്നതിന് പകരം സംസ്ഥാനത്തിനാവശ്യമായ ഭൂരിഭാഗം ചരക്കുകളും സേവനങ്ങളും പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നു. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കേരളത്തിന്റെ തനതായ ഭൂപ്രകൃതി സംസ്ഥാനത്തെ വ്യാവസായിക വികസനത്തിന് ഒരു വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നു. കിഴക്ക് പശ്ചിമഘട്ട മലനിരകൾക്കും പടിഞ്ഞാറ് അറബിക്കടലിനുമിടയിലായി ഒരു നേരിയ തീരദേശമായി സ്ഥിതി ചെയ്യുന്നതിനാൽ വലിയ വ്യാവസായിക മേഖലകൾ സ്ഥാപിക്കുന്നതിനാവശ്യമായ വിശാലമായ സമതല ഭൂമി ഇവിടെ കുറവാണ്. ഇവിടെ ലഭ്യമായ ഭൂരിഭാഗം ഭൂമിയും ഒന്നുകിൽ കൃഷിയോഗ്യമാണ്, അല്ലെങ്കിൽ വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ തുടങ്ങിയ പാരിസ്ഥിതികമായി ദുർബലമായ പ്രദേശങ്ങളാണ്. ഇത് വൻകിട വ്യവസായങ്ങളുടെ വിപുലീകരണത്തിനുള്ള സാധ്യതകളെ ഗണ്യമായി പരിമിതപ്പെടുത്തുന്നു. കൂടാതെ ഭൂമിയുടെ ലഭ്യത കുറവായതിനാൽ അതിന്റെ വില ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന നിലയിലാണ്. വ്യവസായങ്ങൾ സ്ഥാപിക്കാൻ വരുന്ന നിക്ഷേപകർക്ക് ഇതൊരു വലിയ സാമ്പത്തിക തടസ്സമാണ്. ഇതിന് വിപരീതമായി അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ താരതമ്യേന വില കുറഞ്ഞതും എളുപ്പത്തിൽ ലഭ്യമായതുമായ ഭൂമി ലഭിക്കും. ഈ ഘടകം കാരണം വ്യവസായികൾ പലപ്പോഴും കേരളത്തിൽ നിക്ഷേപിക്കുന്നതിന് പകരം കൂടുതൽ അനുയോജ്യമായ ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങളുള്ള ഈ സംസ്ഥാനങ്ങളിലേക്കാണ് തങ്ങളുടെ പദ്ധതികൾ മാറ്റാൻ ഇഷ്ടപ്പെടുന്നത്. അതുപോലെ വൈരുദ്ധ്യം കേരളത്തിന്റെ 100% സാക്ഷരതാ അവകാശവാദത്തിലുമുണ്ട്. Why was Kerala 100% literate? Where all the jokers were working in the Gulf sending money back, so you had to sign for that money. Also, the literacy rate is actually a scam? It was. Can you imagine? I thought that they could speak or at least read No, speak Malayalam. is not literacy. Sorry, they could It is read or about write read Malayalam. and write. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സാക്ഷരതയുടെ കാര്യത്തിൽ കേരളം തീർച്ചയായും മുന്നിലാണ്. എന്നാൽ ഈ ശതമാനം 100% അല്ല. അവസാന സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് ഇത് ഏകദേശം 94%. ഈ വീഡിയോയുടെ ലക്ഷ്യം കേരളത്തെ താഴ്ത്തിക്കെട്ടുക എന്നതല്ല, മറിച്ച് വർഷങ്ങളായി കെട്ടിപ്പടുത്ത തികഞ്ഞ ചിത്രത്തിന്റെ യാഥാർത്ഥ്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ നിന്ന് പഠിക്കാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ദാരിദ്ര്യം നോക്കിയാൽ
2023 റിപ്പോർട്ട് അനുസരിച്ച് 0.55% മാത്രമാണ് ഇവിടെ ബഹുമുഖ ദാരിദ്ര്യമുള്ള ജനസംഖ്യ. ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനമാണെന്ന് കേരളം. ലിംഗാനുപാതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവസാന സെൻസസ് ഡേറ്റ അനുസരിച്ച് 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളെന്ന മികച്ച ലിംഗാനുപാതം കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ ആയുർദൈർഘ്യം, മാനവ വികസന സൂചിക, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയിലെല്ലാം കേരളത്തിന്റെ പ്രകടനം മികച്ചതാണ്. അതിനാൽ നമുക്ക് കേരളത്തിന്റെ ഈ 2 വശങ്ങളെയും അംഗീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അന്ധമായ പ്രശംസ ഒഴിവാക്കി കേരളത്തിനുള്ളിലെ പ്രശ്നങ്ങൾ നമ്മൾ ആദ്യം അംഗീകരിക്കുക. കാരണം ഏത് തെറ്റ് തിരുത്തുന്നതിനുമുള്ള ആദ്യപടി അതിന്റെ നിലനിൽപ്പിനെ അംഗീകരിക്കുക എന്നതാണ്. ഈ പ്രശ്നങ്ങളെ അംഗീകരിച്ചാൽ മാത്രമേ അവയുടെ പരിഹാരത്തിനായി നമുക്ക് ഒരു ചുവട് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.